ദേശീയ ഗണിതശാസ്ത്ര ദിനത്തെക്കുറിച്ചും ഗണിത ലോകത്തിന് കേരളത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചും നമ്മളോട് ചർച്ച ചെയ്യാനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതാധ്യാപകനും മാധവ ഗണിത കേന്ദ്രം ഡയറക്ടറും സംഗമ ഗ്രാമമാധവൻ പുസ്തക രചയിതാവുമായ എ വിനോദ് സാറാണ്. നമസ്കാരം സാർ. നമസ്തേ. ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമാണല്ലോ. ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭാരതത്തിന് ഒരു വലിയ ഗണിത പാരമ്പര്യമുണ്ട്. വേദകാലം മുതൽ വർത്തമാനകാലം വരെയെന്നോ അനാദികാലം മുതൽ ആധുനിക കാലം വരെയെന്നോ ഒക്കെ നമുക്കതിനെ പറയുന്നു പറഞ്ഞാൽ അത്രയും വലിയൊരു ടൈം സ്പാനിൽ നിരന്തരമായിട്ടുള്ള ഒരു ഗണിത പാരമ്പര്യം, ഗണിത രംഗത്ത് മാനവ ചരിത്രത്തോടൊപ്പം തന്നെ ഗണിത വികസനത്തിൻ്റെയും ഒരു ചരിത്രം ഭാരതത്തിനുണ്ട്. പക്ഷെ ഇന്നത് നമുക്ക് അത്രത്തോളം നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ വിദ്യാസമ്പന്നർക്ക് പോലോ അതിനെക്കുറിച്ച് കാര്യമായുള്ള ഗ്രാഹ്യമില്ല. ഈ സന്ദർഭത്തിലാണ് ആധുനിക കാലഘട്ടത്തിൽ ലോകത്ത് ഏറ്റവും പ്രസിദ്ധനായ, അല്ലെങ്കിൽ ഗണിത ലോകത്ത് പറയപ്പെടുന്നത് ആധുനിക ഗണിത പ്രതിഭ, എ മാത്സ് വിസാർഡ്, അല്ലെങ്കിൽ ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി, അനന്തത്തെ അറിഞ്ഞ വ്യക്തി എന്നൊക്കെ പറയുന്നത് ഒരു ഭാരതീയ ഗണിതജ്ഞനാണ്, ശ്രീനിവാസ രാമാനുജൻ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇങ്ങനെ ദേശീയ ഗണിത ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അതും വാസ്തവത്തിൽ ലോകത്തെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ 125ാം ജന്മവാർഷികം 2012 വേൾഡ് മാത്തമാറ്റിക്സ് ഇയർ, ലോക ഗണിത വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. കാരണം ഇന്ന് ഗണിത രംഗത്തെ ഗവേഷണങ്ങൾ അധികവും നമ്പർ തിയറിയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ സംഖ്യകളുടെയും പ്രത്യേകത അത് ഇന്നത്തെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ എല്ലാ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് അതാണ് വരുന്നത്. എങ്ങനെ സംഖ്യകളെ വിന്യസിക്കണം. അപ്പോൾ എല്ലാ സംഖ്യാ സിദ്ധാന്തത്തിലെ പഠനത്തിലും അവരുടെ മുന്നിൽ എത്തുന്നൊരു അത്ഭുത പ്രതിഭാസമാണ് രാമാനുജൻ. അതുകൊണ്ടാണ് ലോക ഗണിത സമൂഹം അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വേൾഡ് മാത്തമാറ്റിക്സ് ഇയർ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തത്. ആ സമയത്ത് ഭാരതത്തിൽ നിരവധി ആൾക്കാർ അത് ഒരു അവസരമായിട്ടെടുത്തു, സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഭാരതത്തിൽ രാമാനുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അങ്ങനെ പല സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ഥാപനങ്ങൾ മുഴുവൻ ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ ഗവൺമെൻറ് 2012 ഈ ദിനം, അദ്ദേഹത്തിൻ്റെ ജന്മദിനം, ദേശീയ ഗണിത ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. അതിലൂടെ രാമാനുജൻ്റെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിൻ്റെ ലൈഫ്, അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ ഗണിത പാരമ്പര്യത്തിലേക്കൊരു വാതിലെന്നോ അല്ലെങ്കിൽ ഒരു വലിയ ഗോപുരം, വാതിൽ എന്നൊക്കെ പറഞ്ഞാൽ ചെറുതല്ലേ, ഒരു ഗോപുരം തുറക്കുകയാണ്. ആ ഗോപുരത്തിലൂടെ അദ്ദേഹത്തിലൂടെ ഒരു അനന്തമായ ഭാരതീയ ഗണിത പാരമ്പര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതാണ് പ്രധാന ഉദ്ദേശം. ശ്രീനിവാസ രാമാനുജനെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം ഒരു ശാസ്ത്രജ്ഞന് നിരക്കുന്നതല്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? എത്രത്തോളം ശരിയാണ് ഈ വിമർശനം? രാമാനുജൻ്റെ ജീവിതത്തെക്കുറിച്ച് ഭാരതത്തിലെ ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും വിലയിരുത്തിയിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ശാസ്ത്രപ്രതിഭ. അതിനു മുമ്പിൽ ആർക്കും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഭാരതത്തിൽ അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ഒരു സാധാരണ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ തമിഴ്നാട്ടിലേക്ക് ആ പാരമ്പര്യ ചിന്തകൾ, വിശ്വാസങ്ങൾ അത് മുറുകെ പിടിച്ചിരുന്ന വ്യക്തിയായിരുന്നു. വിദേശ രാജ്യത്ത് പോയ സമയത്ത് അയാൾ കാംബ്രിഡ്ജിലാണ് പോയത്. കാംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആ കാലത്ത് യൂറോപ്പിൽ സ്വാഭാവികമായിട്ട് ശാസ്ത്രവും മതവും തമ്മിലൊരു സംഘർഷം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിനു ശേഷം, യൂറോപ്യൻ നവോത്ഥാനത്തിന് ശേഷം ഒരു സംഘർഷം, ശാസ്ത്രം വേഴ്സസ് റിലീജിയൻ കൺസെപ്റ്റായിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് ശാസ്ത്രരംഗത്ത്, ഗണിതശാസ്ത്ര രംഗത്ത് ഹാർഡിയെപ്പോലുള്ള ഒരാൾക്ക് സമശീർഷനായിട്ട് വന്നൊരു വ്യക്തി ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യവും
മതചിന്തയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാവാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച ആൾക്കാരുണ്ടായിരുന്നു. അക്കാലത്ത് കുറച്ച് ഭാരതീയരും ആ രീതിയിൽ പരാമർശം നടത്തിയിരുന്നു. പക്ഷേ ഇതിലെ ഒരു ബാലൻസ്ഡ് പരാമർശം നമ്മൾ നോക്കുമ്പോൾ ഹാർഡിയാണ് ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അറിഞ്ഞ ആൾ. ഹാർഡി തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹം ഒരു ജീൻ ആയതുകൊണ്ട്, മഹാപ്രതിഭ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം വെളിപാടായി വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത് ഉദിക്കുന്നു. പിന്നീട് അദ്ദേഹം തന്നെ ഉത്തരം കണ്ടെത്തും, അല്ലെങ്കിൽ നമ്മളതിന് കണ്ടെത്തണം. ദർ വിൽ ബി എ റാഷണലൈസേഷൻ, യുക്തി ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. ശ്രീനിവാസ രാമാനുജൻ സ്വയം പറയുക, അത് എൻ്റെ കുലദേവതയുടെ അനുഗ്രഹമാണ്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വളരെ സരളമായി നമ്മളെ ഭാരതത്തിലെ സാധാരണക്കാരൻ്റെ ഒരു ചിന്തയുണ്ടല്ലോ, ഇതൊക്കെ എന്നെ കൊണ്ട് ഈശ്വരൻ പറയിപ്പിച്ചാണ്, എൻ്റെ ദേവി പറയിപ്പിച്ചാണ് എന്നുള്ള രീതിയിലാണ് രാമാനുജൻ എപ്പോഴും പറഞ്ഞിരുന്നത്. പക്ഷേ ഇയാൾ എന്ത് പറയുന്നുവോ അതയാൾ പ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രൂഫ് എന്ന് പറയുന്നത് അന്നത്തെ വെസ്റ്റേൺ ലോകത്തിൽ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അപ്പോൾ ഇതിന് രണ്ടിനും കൂടിയും ബാലൻസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഏറ്റവും അവസാനം ഇദ്ദേഹത്തിൻ്റെയൊക്കെ മരണശേഷം എനിക്ക് തോന്നുന്നു അവിടെ തന്നെ നടന്ന ഒരു അനുസ്മരണ പരിപാടിയിൽ ഗാഡി പറയുന്നുണ്ട്, ഇത് അദ്ദേഹത്തിൻ്റെ ഈസ്റ്റേൺ സ്പെഷ്യാലിറ്റിയാണ്. അതായത് ഭാരതത്തിന് അല്ലെങ്കിൽ കിഴക്കിൻ്റെ പ്രത്യേകതയാണ്. കിഴക്കിലൊരിക്കലും, കിഴക്കെന്ന് പറഞ്ഞാൽ ഏഷ്യ, ഭാരതത്തിൽ ഒരിക്കലും മതവും അല്ലെങ്കിൽ മതചിന്തയും ഈ ഗണിതവും ശാസ്ത്രവും തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നില്ല, സമന്വയിച്ച് പോയിരുന്നു. രണ്ടും പരസ്പരം പൂരകമായിട്ടായിരുന്നു. ഇദ്ദേഹം കുട്ടിക്കാലത്തെ അങ്ങനെയായിരുന്നു. ഇദ്ദേഹം 9 വയസ്സൊക്കെ ആവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ സഭാ ഹാളിലൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം പരമ്പരാഗതമായുള്ള ഈ മതദർശനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഇതിൽ ഗണിതം കുറിച്ചിട്ടാണ് കുട്ടികൾ പറയുക. ഇപ്പോൾ നമ്മൾ ചൊല്ലുന്നൊരു ശാന്തി മന്ത്രമുണ്ട്, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. അക്കാലത്ത് 9 വയസ്സായ കുട്ടി ഇത് മോഡേൺ മാത്തമാറ്റിക്സ് ആയിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇത് ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് അന്ന് 6 7 പഠിക്കുന്നതാണ് പൂജ്യത്തും കൂട്ടലും കുറയ്ക്കലൊക്കെ. 0 0 കൂട്ടിയാലും 0 0 കുറച്ചാലും 0ആണ്. ആ സമയത്ത് അതിൻ്റെ അടുത്ത തലമാണ് അനന്തത. അനന്തത്തിൽ നിന്നും കൂട്ടിയാലും കുറച്ചാലും അനന്തമാണ് എന്നൊക്കെ അദ്ദേഹം ഈ സാധാരണ നമ്മുടെ ശാന്തി പാഠമൊക്കെ ഗണിതപരമായിട്ട് വ്യാഖ്യാനിക്കുകയായിരുന്നു. അത് അദ്ദേഹത്തെ ആൾക്കാർക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരൻ കാനിങ് വളരെ വിശദമായിട്ട് പഠിച്ചെഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഗണിതത്തിൽ അസാമാന്യ പ്രതിഭയാവുകയും ബാക്കിയുള്ള വിഷയങ്ങളിൽ അത്രത്തോളം പ്രതിഭ തെളിയിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് രാമാനുജനെ പറ്റിയിട്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ല, അയാൾ എല്ലാത്തിലും 1ാം സ്ഥാനം. ഈറോഡ് ജില്ലയിലെ മെട്രിക്കുലേഷൻ പരീക്ഷയിൽ എല്ലാത്തിലും 1ാം സ്ഥാനത്തോടു കൂടി മെഡൽ കിട്ടി ജയിച്ച കുട്ടിയാണ്. പക്ഷെ അദ്ദേഹം പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇൻ്റർമീഡിയറ്റ് പഠിക്കുമ്പോൾ അവിടുത്തെ അന്നത്തെ കോമ്പിനേഷൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. ഗണിതത്തോടൊപ്പം ബയോളജി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ബയോളജി ക്ലാസ്സിൽ, അപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ ബയോളജി ക്ലാസ്സിലാകുമ്പോൾ ഈ ജീവികളൊക്കെ കീറി മുറിച്ച് നോക്കണമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ദഹനവ്യൂഹം പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ദഹനക്കേടുണ്ടാകേണ്ട രീതി ഞാൻ അവലംബിക്കേണ്ടി വന്നു. അതെനിക്ക് ഒട്ടും സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജീവിയെ കൊല്ലുക എന്നുള്ളത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം അത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ചും സയൻസിലെ പ്രധാന ഭാഗം ജീവശാസ്ത്രമായിരുന്നു, അത് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ഇത്തിരി വെറുപ്പുളവാക്കി അദ്ദേഹം അതൊന്നും പഠിക്കാതെ ക്ലാസ്സിലും കയറിയാൽ തന്നെ ലാബിൽ കയറില്ലായിരുന്നു. ഇങ്ങനെ ആ സമയത്ത് അയാൾ കണക്കിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ മുഴുവൻ വിഷയങ്ങളും ജയിക്കണമല്ലോ, അതുകൊണ്ട് അയാൾ പുറത്തായി. അപ്പോൾ പക്ഷേ ആൾക്കാർ പറഞ്ഞു അദ്ദേഹത്തിന് വേറൊരു വിഷയവും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് അതിനോട് വളരെ വിരോധമായിരുന്നു. ഒരു ജീവിയെ കൊന്ന് പഠിക്കുക. അദ്ദേഹം പിന്നീട് എഴുതിയിട്ടുണ്ട്, ശാസ്ത്രം അല്ലെങ്കിൽ എന്ത് വിജ്ഞാനവും മനുഷ്യന് അല്ല അദ്ദേഹം പറഞ്ഞത്, ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നതാണ്. പഠിക്കുന്നത് ഒരാളെയും ദ്രോഹിക്കാനാകരുത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയിരുന്ന ചില ആദർശം, വാസ്തവത്തിൽ ശ്രീനിവാസ രാമാനുജനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗണിത സംഭാവനയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണം, ലളിത ജീവിത ശൈലി, ഇതും കൂടിയും കുട്ടികളെ പഠിപ്പിക്കണം. ആര്യഭടൻ, ഭാസ്കരാചാര്യർ, അതിനുശേഷം ശ്രീനിവാസ രാമാനുജൻ, ഈ ഒരു നീണ്ട കാലയളവിൽ ഭാരതത്തിന്
ഗണിത സംഭാവനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ ധാരാളം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഭാരതത്തിലെ ഗണിതത്തിൻ്റെ സുവർണ യുഗം എന്ന് പറയാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിലാണ്. പക്ഷേ ആര്യഭട്ടൻ, ബ്രഹ്മഗുപ്തൻ, ആര്യഭട്ടൻ രണ്ടാമൻ, ഭാസ്കരാജൻ വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ AD 4-ാം നൂറ്റാണ്ട് മുതൽ 10-11-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ അന്ന് യൂറോപ്പ് വികസിച്ച രാജ്യമല്ല, അല്ലെങ്കിൽ അവിടെ ഇരുണ്ട കാലഘട്ടം എന്നുള്ള കാലം. അറേബ്യയിലൂടെയാണ് യൂറോപ്പിലേക്ക് കുറേശ്ശെ വിജ്ഞാനം പ്രസരിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ എല്ലാം പേർഷ്യൻ അറബി പരിഭാഷ ഉണ്ടായതുകൊണ്ട് കുറേശ്ശെ യൂറോപ്പിലേക്ക് ഇവരെ പരിചയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അവർ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. പക്ഷേ 1400 യൂറോപ്യൻ അധിനിവേശം വന്നതോടുകൂടി ഒരു വശത്ത് യൂറോപ്യൻ അധിനിവേശം, മറുവശത്ത് വടക്കേ ഭാരതത്തിൽ നിന്നും ഭാരതത്തിലെ വിജ്ഞാന കേന്ദ്രം മുഴുവൻ വൈദേശിക ആക്രമണത്തിൽ തകർന്നു. നളന്ദ തകർന്നു, കാശി തകർന്നു. അതുകൊണ്ട് പ്രകടമായ വിദ്യാകേന്ദ്രങ്ങളൊക്കെ തകർന്നു. ഇത്തരത്തിലുള്ള ട്രാൻസ്ലേഷൻ ഇല്ലാതെയായി. ഈ സമയത്ത് ഭാരതത്തിൽ ഇത്തരം ഗണിത പ്രവർത്തനം ഇല്ല എന്നുള്ളൊരു ഇതിലേക്ക് ഒരു കാലഘട്ടത്തിൽ ലോക ഗണിത ചരിത്രം എഴുതിയ ഡേവിഡ് സ്മിത്താണ് ഇതാദ്യം എഴുതിയത്. ഡേവിഡ് സ്മിത്ത് എഴുതിയതിന് ശേഷം അത് നെഹ്റു പോലും അദ്ദേഹം തൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ അതേപോലെ അത് ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ലോകത്ത് അറിഞ്ഞിരുന്നു. 2 ഉദാഹരണം ഞാൻ പറയാം. ഒന്ന് 1825 കാലസങ്കലിതം എന്ന പേരിൽ ജോൺ വാറൻ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹത്തിന് നേവൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ജ്യോതിശാസ്ത്രത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയുകയും ചെയ്തിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ചെന്നൈയിലൊരു ഒബ്സർവേറ്ററി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇൻചാർജായിരുന്നു 1805 to 1815, 10 വർഷം. അതുകൊണ്ട് അദ്ദേഹം ഭാരതത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വാനനിരീക്ഷണത്തെക്കുറിച്ചും കലണ്ടർ സംവിധാനത്തെക്കുറിച്ചും പഠിച്ചിരുന്നു ഇവിടെ വന്നിട്ട്. അതാണ് കാലസങ്കലിതം എന്നുള്ള പുസ്തകം. 5 മെമ്മറീസ് എന്നാണ് ശരിക്കും അതിൻ്റെ സൈഡ് ലൈൻ. ദക്ഷിണ ഭാരതത്തിലെ നമ്മുടെ ആന്ധ്ര ആ ഏരിയയിലൊക്കെ വരുന്ന അവിടെ, കാശിയിൽ, ഉത്തര ഭാരതത്തിലെ പഞ്ചാബ്, കുറച്ചും കൂടി സമുദ്രമൊന്നും ഇല്ലാത്ത സ്ഥലത്ത്, ഇങ്ങനെ 4 പ്രധാന സ്ഥലങ്ങളിലെ കലണ്ടർ നിർമ്മാണം, അതിലെ ജ്യോതിശാസ്ത്രം, ഈ വിഷയത്തിലുള്ള അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളാണ് 1825 പ്രസിദ്ധീകരിച്ചു. കാരണം 1820 മുതൽ 1825-30 വരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നടത്തിയിരുന്നെങ്കിലും ഭാരതത്തിലെ മുഴുവൻ വിദ്യാഭ്യാസം, കല, സാഹിത്യം, ശാസ്ത്രം എന്നിവയെക്കുറിച്ച് നേരിട്ട് പഠിക്കാൻ ചുമതല കൊടുത്തിരുന്നു. ഇദ്ദേഹത്തിന് ചുമതല കൊടുത്തിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഇത് പഠിച്ചത്. മറ്റൊരു വ്യക്തി നമ്മുടെ കോഴിക്കോട് മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിലേക്ക് വന്ന ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു സിവിൽ സർവൻറ്റ്, അത്ര ഹൈ ഗ്രേഡ് ആയിരുന്നില്ല അന്ന്, CM ബിഷ്, ചാൾസ് W. ബിഷ്. അദ്ദേഹത്തിന് ഇതിൽ താല്പര്യനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയും മലയാളത്തിന് ഡിക്ഷണറി എഴുതിയത് ഹെർമൻ ഗുണ്ടട്ടാണ്. അയാൾ 1900 ഉണ്ടാവുക. പക്ഷേ ഇദ്ദേഹം 1815 മലയാളത്തിന് ഡിക്ഷണറി എഴുതിയ ആളാണ് ചെന്നൈയിൽ. എന്നിട്ടാണ് അദ്ദേഹത്തിന് ചെന്നൈയിലുണ്ടായിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും ഉന്നത റാങ്ക് കിട്ടിയതുകൊണ്ടാണ് കേരളത്തിലേക്ക് പോസ്റ്റ് ചെയ്ത സിവിൽ സർവൻ്റാണ്. കോഴിക്കോട് ബാബർ ഇവിടെ ഗവർണർ, നമ്മുടെ ജില്ലാ കളക്ടറൊക്കെ ആവുന്ന സമയത്ത് അദ്ദേഹവും ഈ ഭാരതീയ അല്ലെങ്കിൽ കേരളീയ തത്വശാസ്ത്രത്തിലും ദർശനത്തിലും വളരെ ആകർഷണം, പ്രത്യേകിച്ചും പഴശ്ശിയിലൂടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് അവിടെ വന്നത്. അങ്ങനെ അന്ന് ഇവിടെ നിന്നും മലബാറിലും ഈ കണക്കെടുപ്പ് നടക്കുന്നായിരുന്നു. എത്ര സ്കൂളുണ്ട്, നമ്മുടെ ധരംപാലിൻ്റെ പുസ്തകത്തിൽ ഇതിൻ്റെയൊക്കെ കണക്കുണ്ട്. ആ കൂട്ടത്തിൽ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും പഠിച്ച വ്യക്തി ഇദ്ദേഹമാണ് CM ബിഷ്. അങ്ങനെ CM ബിഷ് 1830 25 അദ്ദേഹത്തിൻ്റെ 2 പേപ്പർ ഉണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിച്ചില്ല, റിജക്റ്റ് ചെയ്തു. ഈ വാറന തന്നെയാണ് അതിനെ റിജക്റ്റ് ചെയ്തത്. പക്ഷേ 32 അദ്ദേഹത്തിൻ്റെ പേപ്പർ നമ്മുടെ അയർലാൻഡിലെ ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ അദ്ദേഹം പേപ്പർ അവതരിപ്പിച്ചു. 32 തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. പക്ഷേ അതിന് ശേഷമാണ് അത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ
കേരളത്തിലെ ഗണിതത്തിൻ്റെ ഈ സംഭാവന, പ്രത്യേകിച്ചും കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിനെ പുറത്തു കൊണ്ടുവന്നത് CM വിഷാണ്. പിന്നെ കുറേ കാലമൊന്നും ഉണ്ടായില്ല. എന്തുണ്ടായില്ല? അതിനെക്കുറിച്ച് പഠനം ഉണ്ടായില്ല. പിന്നെ 1930കളിൽ വിഭൂതി ഭൂഷൺ ദത്ത്, അദ്ദേഹം കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്നു. അവിടുത്തെ ഗണിതാധ്യാപകനെന്ന് വലിയ സ്കോളറായിരുന്നു. പിന്നീട് സന്യാസിയായി. വിവേകാനന്ദ സ്വാമിയുടെ പ്രേരണ കൊണ്ട് അന്ന് സ്വദേശി പ്രസ്ഥാനം ശക്തമായി. വിവേകാനന്ദ സ്വാമിയുടെ ഒരു കോൾ ഉണ്ടായിരുന്നു, എല്ലാ മേഖലയിലും ഭാരതത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാന തത്വത്തെ നമ്മൾ കണ്ടെത്തി കൊണ്ടുവരണം. ശാസ്ത്രം, അങ്ങനെയാണ് എല്ലാ രംഗത്തും ആൾക്കാർ ഗവേഷണം നടത്താൻ തുടങ്ങി. ഗണിതശാസ്ത്ര രംഗത്ത് ഇദ്ദേഹം തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ പുസ്തകം 1935 ദ ഹിസ്റ്ററി ഓഫ് ഹിന്ദു മാത്തമാറ്റിക്സ് പുറത്തു വന്നു. ഏകദേശം അതേ കാലത്ത് തന്നെയാണ് ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി PC റായുടെ വന്നത്. ഇങ്ങനെ പല ആൾക്കാർ ആ കാലത്ത് ഇത്തരത്തിലുള്ള ഭാരതത്തിൻ്റെ ചരിത്രം, ശാസ്ത്ര ചരിത്രം വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കേരളത്തിലെ കൊച്ചിയിൽ നിന്ന്, അന്ന് തൃശ്ശൂരിലെ മംഗളോദയം പ്രസ് 48 കേരളത്തിൽ ഈ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, മംഗളോദയം പ്രസ്. പക്ഷേ ഇതൊന്നും പൊതുസമൂഹം അംഗീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഒരു വലിയ അക്കാഡമിക് സമൂഹം അംഗീകരിച്ചില്ല. ഭാരതത്തിലെ ഒരു ലീഡർഷിപ്പും എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യഘട്ടം 20 കഴിഞ്ഞപ്പോൾ സ്വദേശി മൂവ്മെൻറ്റിന് കുറച്ച് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ പ്രധാന വക്താക്കളെല്ലാം മെയിൻ സ്ട്രീം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് ഇതൊന്നും പിന്നെ അങ്ങനെ ചർച്ചയിൽ വന്നില്ല. പിന്നെ ഇദ്ദേഹം 20 മരിക്കുകയാണ്, ശ്രീനിവാസ രാമാനുജൻ. പിന്നെ ശാസ്ത്ര രംഗത്ത് വേറെ ചില പ്രതിഭകൾ വളർന്നു വന്നു. CV രാമൻ വന്നു, മേഘനാഥർ, സാനി വന്നു, അങ്ങനെ പല ആൾക്കാർ വന്നു. ഇതാണ് ഉണ്ടായത്. വാസ്തവത്തിൽ അന്നാണ് ഏറ്റവും സുവർണ കാലഘട്ടം, പ്രത്യേകിച്ചും കേരളത്തിൽ. കാരണം സാമാന്യം സ്വസ്ഥമായൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ സമൂഹത്തിൻ്റെ വേണ്ടത്ര അംഗീകാരം ലഭിച്ചില്ല എന്നുള്ളതാണ്. സംഗമ ഗ്രാമ മാധവൻ്റെയും അതേപോലെ തന്നെ ബാക്കിയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ടവരുടെയും ശാസ്ത്രത്തിനുള്ള പ്രധാനപ്പെട്ട സംഭാവനകൾ ഒന്ന് പറയാമോ? അതിൻ്റെ പശ്ചാത്തലം ഒക്കെ ഒന്ന് പറയാമോ? ഭാസ്കരാചാര്യ 1100 എന്ന് പറഞ്ഞാൽ 12ാം നൂറ്റാണ്ടല്ല, 12ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഉത്തരഭാരതം ശരിക്ക് ഈ മുഗള ആക്രമണം കൊണ്ടൊക്കെ തകർന്ന് തരിപ്പണമായി. നളന്ദയൊക്കെ നമുക്കറിയാലോ, അതിൻ്റെ 2 നൂറ്റാണ്ട് മുന്നേ ചാമ്പലായി. പക്ഷെ ഇവിടെ പൊതുവെ കുറച്ച് ശാന്തമായിരുന്നു. ദക്ഷിണ ഭാരതം സെറ്റിൽഡ് ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇന്ന് ദുർവ്യാഖ്യാനം നടത്തുന്നുവെങ്കിലും കേരളത്തിലെ 32 ബ്രാഹ്മണ ഗ്രാമങ്ങൾ, നമ്മളിന്ന് പറയുന്ന ബ്രാഹ്മണ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് എന്തോ ജാതി ഹൈറാർക്കി നിലനിന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ പഠിക്കുക, വേദാധ്യയനം നടത്തുക, അതായിരുന്നു. അപ്പോൾ ഈ ഓരോ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഓരോ സെൻറ്റേഴ്സാണ്. ഇന്നത്തെ ചെറിയ ഗ്രാമമല്ല, അത് പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ അതിലൊരു വിദ്യാകേന്ദ്രമായിരുന്നു സംഗമഗ്രാമം, ഇന്നത്തെ ഇരിങ്ങാലക്കുട. സംഗമഗ്രാമം മാധവനിലൂടെയാണ് വീണ്ടും കേരളത്തിൻ്റെ ഈ ഗണിത പാരമ്പര്യം പ്രോജ്വലമായത്. പക്ഷെ അതിൽ ലോക ചരിത്രത്തിൽ തന്നെ ഒരു മാറ്റമുണ്ട്, അതിന് ഒരു ടേണിംഗ് പോയിൻ്റാണ്. അതുവരെ ഭാരതത്തിലുണ്ടായിരുന്ന ഗണിതമാണെങ്കിലും പുറത്തുണ്ടായിരുന്ന ഗണിതമൊക്കെ നമ്മളതിനെ ഫൈനൈറ്റ് മാത്തമാറ്റിക്സ്, പരിമിത ഗണിതം എന്ന് പറയാം. സംഖ്യയെക്കുറിച്ച് എണ്ണൽ സംഖ്യ, പക്ഷേ എണ്ണൽ സംഖ്യ അനന്തമാണെന്നുള്ള കൺസെപ്റ്റ് നമുക്കുണ്ടായിരുന്നുവെങ്കിലും അനന്തതയിലേക്ക്, ഇൻഫൈനൈറ്റിലേക്കുള്ളൊരു പരിവർത്തനം, അതാണ് മാധവൻ്റെ ഒരു വലിയ ജമ്പിങ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ സാധാരണ പറയുന്ന ചില സംഖ്യകളാണ് നാം അഭിന്നകങ്ങൾ എന്ന് പറയുന്ന ഇറാഷണൽ നമ്പേഴ്സ്. ഇതിന് മൂല്യം കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റില്ല നമുക്ക്. പക്ഷേ സൂക്ഷ്മത കണ്ടെത്തണം. ഗണിതത്തിൻ്റെ 2 പ്രധാന കാര്യം എന്താണ്? ആക്യുറസി ആൻഡ് സ്പീഡ് എന്ന് പറയാം. ആക്യുറസിയും വേണം, ഒപ്പം സ്പീഡും വേണം. ഈ ആക്യുറസിയും സ്പീഡിലേക്കും പോകുന്ന സമയത്താണ് വലിയ സംഖ്യകളെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ അംശഛേദങ്ങളുള്ള സംഖ്യാശ്രേണികളുണ്ടാക്കി. ആ സംഖ്യാശ്രേണികൾ അനന്തശ്രേണികളായി. ഈ അനന്തശ്രേണികളുടെ സംഭാവനയാണ് ശരിക്ക് മാധവനിൽ തുടങ്ങി നമ്മുടെ കേരളത്തിലെ ഗണിതക്കാരന്മാർ ഏകദേശം ഒരു 400 വർഷം അതിലവർ ഗവേഷണം നടത്തി. അതിൻ്റെ പ്രചോദനം, അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജ്യോതിശാസ്ത്രമാണ്. ഓരോ ഗ്രഹങ്ങളുടെയും ചലനം എവിടെ എന്നൊക്കെ.
അപ്പം നമ്മളെ ആകാശം ഒരു ഗോളമാണ് എന്നൊക്കെ പറയും, നമ്മുടെ എന്താണ് സോഡിയാക്ക് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ നമ്മൾ ചക്രവാളം എന്ന് പറയുന്നത് ഒരു സീലിംഗ് പോലെയാണ് നമ്മുടെ മനസ്സിൽ. പക്ഷേ ഓരോ നക്ഷത്രവും എത്രയോ അകലെയാണ്, ഓരോ നക്ഷത്രത്തിലുള്ള ദൂരം വളരെ വ്യത്യാസമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ നക്ഷത്രങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ഭാഗത്താവില്ല ചിലപ്പോൾ കാണുക. അപ്പോൾ രണ്ടാമത്തെ ഇവരുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ നമ്മൾ ഗലീലിയോ സൂക്ഷ്മദർശിനിയിലൂടെ കണ്ടെത്തിയെന്ന് പറയുന്നത്, സൂക്ഷ്മദർശിനിയൊന്നുമില്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടെത്തിയിട്ട് അവരുടെ ആദ്യത്തെ സംഭാവനയാണ് ഈ ഗ്രഹങ്ങളുടെ ഒന്നും സഞ്ചാരപഥം വൃത്തമല്ല, ദീർഘവൃത്തമാണ്, എലിപ്റ്റിക്സാണ്. അപ്പോൾ അങ്ങനെ ഒരു വൃത്തത്തിൻ്റെ ഉള്ളിലൊരു വസ്തു കറങ്ങുന്നത് കണ്ടെത്താൻ പറ്റും കുറേയൊക്കെ. പക്ഷെ ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഒരിത്, ആ ദീർഘവൃത്താകൃതിയിൽ തന്നെ ഇപ്പോൾ ഭൂമിയും ചന്ദ്രനെ നോക്കുക, ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഭൂമി സൂര്യനെ കറങ്ങുന്നു, അതുകൊണ്ട് ഭൂമിയെ കറങ്ങി 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 ചന്ദ്രൻ സൂര്യനെ ചുറ്റുന്നു. ഇത്ര കൺഫ്യൂസിങ് ആണ്, ഇത്രയും സങ്കീർണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കറക്കം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ കൃത്യമായിട്ട് എവിടെയാണ് അതിൻ്റെ സ്ഥാനം, അതേപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളുടെയും കണ്ടെത്താനുള്ള ഗണിതം ഇവർ കണ്ടെത്തി ഒരു മോഡൽ, ഒരു സൗരയൂഥത്തിൻ്റെ മാതൃക ഇന്നത്തെ കാണുന്ന. ഇന്ന് നമ്മളിങ്ങനെ കുട്ടികളൊക്കെ പഠിപ്പിക്കും സൂര്യൻ ചുറ്റും ഇങ്ങനെ, പക്ഷെ ഇങ്ങനെയൊന്നുമല്ല, പലതും പല ആംഗിളിലാണ് കറങ്ങുന്നത്. ഇതെല്ലാം ഇവർ കണ്ടെത്തി. അതാണ് ഏറ്റവും വലിയ സംഭാവന. രണ്ട് സംഭാവനയാണ്. ഒന്ന് ഗണിതശാസ്ത്രത്തെ ഈ പരിമേയം എന്ന് പറയും, ഫൈനൈറ്റ് മാത്തമാറ്റിക്സിൽ നിന്നും ഇൻഫിനിറ്റിലേക്ക് മാറി. ഈ ഇൻഫിനിറ്റിലേക്ക് മാറുക എന്ന് പറയുന്നത് കാൽക്കുലസിൻ്റെ ഒരു വികാസമാണ്. രണ്ടാമത് ഈ പ്രപഞ്ചത്തിൻ്റെ മാതൃകയ്ക്ക് ഒരു വിപ്ലവകരമായ മാറ്റം ഒരു മോഡൽ സംഭാവന ചെയ്തു.